ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഓപ്പൺ ടെറസിൽ കുറച്ച് ഫ്രൂട്ട്സുകളും കുറച്ച് വൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ്. ഈ ഫാഷൻ ഫ്രൂട്ട് നമ്മൾ ഈ ഫാമുകളിൽ നിന്ന് വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിൽ നീലയുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ വേറെ കളറൊക്കെ ഉണ്ട്. ഇത് കാഴ്ചട്ടില്ല, പൂവ് ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാച്ചാലെന്നത് ഏത് കളറെന്ന് അറിയില്ല. 2-3 കളർ ഒരുമിച്ചാണ് നമ്മൾ കുഴിച്ചിട്ടേക്കണത്. അതുകൊണ്ട് ഏത് കളറാണെന്ന് കറക്റ്റ് അറിയില്ല. ഉണ്ടായാലേ അതറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇതുണ്ടാവുന്ന വീഡിയോയ്ക്ക് പിന്നീട് വരും. അപ്പോൾ കളറൊക്കെ ഉറപ്പാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് മുളകും തൈ ഇങ്ങനെ നട്ടിട്ടുണ്ട്. നീലമുളക്, സാധാരണ നമ്മൾ ഈ കറിയിലൊക്കെ ഇടുന്ന മുളകില്ല, ആ മുളകാണ് നട്ടിട്ടുണ്ട്. വഴുതനങ്ങയുണ്ട്, അത് പഴുക്കുക, അത് പൊട്ടിച്ചില്ല, അപ്പം അത് വിത്തിന് വെച്ചേക്കണത്. പിന്നെ ചെറിയ തരം മുളക് അവിടെ ഉണ്ട്. അവിടെ ചെറിയ തരം മുളക്, അത് വാടി വെള്ളം നനയ്ക്കാറായിട്ടുണ്ട്. വെള്ളം നനച്ചിട്ടില്ല, നനയ്ക്കണം. തൈ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ല തരം കളറാണ് അവർ പറഞ്ഞത് തന്നപ്പോൾ. ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ടാവുമ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അത് വയലറ്റൊക്കെയാണെന്ന് പറഞ്ഞേക്കണം. ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാവണം, എന്നാലും അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് ഇങ്ങനെ മുളക് നട്ടിട്ടുണ്ട്. മുളകെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കറിയിലൊക്കെ ഇടുന്ന മുളക്, ഉണക്ക മുളക്. അത് ഞാൻ കുറച്ച് കൊണ്ട് പാവിയത് നമ്മൾ പൊടിപ്പിക്കാനൊക്കെ കൊടുത്തപ്പോഴേ കുറച്ച് അതിൻ്റെ വിത്തടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പാവിപ്പോൾ നന്നായിട്ട് മുളക് ഉണ്ടാവുന്നുണ്ട്. ഇത്തിരിശ ഈ കായൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട്, കായില്ലേ കൂട്ടത്തിലിടുന്നത്, ആ കായം വെള്ളത്തിലിട്ട് ഇങ്ങനെ ലൂസാക്കിയിട്ട് അടിച്ച് സ്പ്രേ ചെയ്താൽ നന്നായിട്ട് ഉണ്ടാവുന്നു. പിന്നെ ഞാൻ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചാൽ ബബ്ലൂസ് നാരങ്ങ. ഈ ബബ്ലൂസ് നാരങ്ങ എന്ന് പറഞ്ഞാൽ വെള്ളയാണ്, കക്കില്ല. വെള്ളം വാങ്ങിച്ച് വയ്ക്കുക, എല്ലാവരും നോക്കാം. എന്ന് വെച്ചാൽ ചുവപ്പ് കക്കിയെന്ന് പറയുന്നതായിട്ടുണ്ട്. ചുവപ്പ് ഒരിക്കലും വാങ്ങിച്ച് ഇതുമ്പോൾ 2-3 ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് തിന്നു. ഇനി പൂവിട്ട് കായിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. വെള്ളം എല്ലാവരും വാങ്ങിച്ച് വയ്ക്കണം, ചുവപ്പ് കക്കുന്നു കേട്ടോ. ഒരു മാവുണ്ട്, ഇത് കുറച്ച് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ടായി, അതൊക്കെ വീണ് പോയി. നന്നായി പൂക്കുലിടുണ്ട്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. പക്ഷേ കായൊന്നും കാണാനില്ല. ഇത് നമ്മൾ ഓപ്പൺ ടെറസിൽ വെച്ചേക്കാം. പക്ഷേ ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കണമെങ്കിൽ ഇങ്ങനെ ഈ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കണമെങ്കിൽ നല്ല രസം ഉണ്ടാവും. ഇത് കാലാപ്പാടിന്ന് ഈ മാവിൻ്റെ പേര്. അപ്പോൾ ഈ പേരയ്ക്കമരം നമ്മൾ വാങ്ങിച്ച നഴ്സറിയിൽ തന്നെ, ഇത് കിൻഡൽ പേര എന്നാണ് പറയുന്നത്. ഇതുമ്പോൾ 2-3 കിൻഡായി. അതൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് തിന്നു. വലിയ പേരയ്ക്ക് ഒരെണ്ണം തിന്നാൽ തന്നെ ഉപ്പ് മാറും. അങ്ങനത്തെ വലിയ പേരയ്ക്ക് ഇതൊന്നും ഉണ്ടാവും കേട്ടോ. രസം ഉണ്ടായിരുന്നു, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മുളകെന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ ഈ കറിക്ക് ഇങ്ങനെ പൊടിപ്പിക്കാൻ വാങ്ങിക്കില്ലേ, ആ മുളക് പാവിതൊക്കെ ഉണ്ടാകുമ്പോൾ നോക്കിയാൽ ഉറച്ചുണ്ടായിക്കളി. ഞാൻ ഈ കായൊക്കെ ഇടയ്ക്ക് അടിച്ചു കൊടുക്കണമായിരുന്നു, ഉറച്ച് പിടിച്ചേക്കുക. പിന്നെ ഇത്തിരി കോഴിക്കാഷ്ടം അങ്ങനത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് വരും. എന്താ പിടിച്ചങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഓപ്പൺ ടെറസിൽ കൃഷി ചെയ്താൽ കുറച്ച് മുളകൊക്കെ വാങ്ങിക്കാണ്ട് നമുക്ക് കഴിച്ചു കൂട്ടാൻ പറ്റും പുറത്തുനിന്ന്. പിന്നെ ഇതും കിൻഡൽ പേരയ്ക്ക് തന്നെയാണ്. ഇതുമതി ജസ്റ്റ് ഇവിടെ ഒരെണ്ണം ഉണ്ടായി കിടക്കുന്നുണ്ട്. കുറച്ചൊക്കെ കിളിയൊക്കെ കുത്തിപ്പോവുക ഈ പുറത്തായതുകൊണ്ടേ. എന്താ കവറിട്ട് വെച്ചാൽ കൊത്തില്ല. കവറിട്ട് വെച്ചാൽ കുറച്ചുണ്ടായിരുന്നു, കുറച്ചൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഇത് ആയുർജാക്കാണ്. ആയുർജാക്കുമ്പോൾ ഉണ്ടായിട്ടില്ല, ചെറുതായിട്ടിങ്ങനെ വലുപ്പം വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ നഴ്സറിന്ന് വാങ്ങിച്ച് വെച്ചാൽ ഓറഞ്ച് എന്ന് പറയും. ബുഷ് ഓറഞ്ചല്ല, മറ്റേ തരം ഓറഞ്ചില്ല, വലിയ ഓറഞ്ച്. അത് ഞാൻ ഇങ്ങനെ പകുതി ഇങ്ങനെ പൊട്ടിച്ച് ബെഡ് ചെയ്ത പോലെ ഇങ്ങനെ ആക്കി വെച്ചതാണ്. പക്ഷേ നന്നായി പൊടിച്ചു. ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ബെഡ് ചെയ്തിട്ട് കഷ്ണാക്കി വെച്ചതാണ്. നന്നായി പൊടിച്ചാൽ ഉഷാറിൽ വരുന്നുണ്ട് അത്. പിന്നെ ഇതിവിടെ ഉണ്ടായിരുന്ന പപ്പായ തൈ. ആ പപ്പായ എന്ന് പറഞ്ഞാൽ റെഡിൽ എവിടെയെന്ന് തോന്നണം. കുറേ ഇഷ്ടമുണ്ട്, നല്ലവർക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാം. നന്നായി മുളക്കുന്നുണ്ട്. പിന്നെ ഇതും വാങ്ങിക്കുക. ഇത് നമ്മുടെ മല്ലിക എന്ന് പറയും, മാവ്, മല്ലിക മാവ് എന്ന് പറയും. കായൊന്നുമില്ല, പൂത്തുണ്ടായിരുന്നു. പൂക്കുലൊക്കെ ഈ ചൂട് കാരണം കൊഴിഞ്ഞു പോയിന്ന് തോന്നണത്. പിന്നെ അതുപോലെ കയ്പയൊക്കെ നല്ല രീതിയിൽ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഉഷാറിൽ വരുന്നുണ്ട്. ഈ കായം അടിച്ചു കൊടുത്താൽ നല്ല ഉഷാറിൽ വരും. കണ്ട ഉഷാറ് കണ്ട തോളിരുത്ത് നിൽക്കണേ. ഞാൻ ഇങ്ങനെ 1.5 കായ അടിച്ചു കൊടുത്തു. കായ ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് അടിച്ചു കൊടുത്താൽ ഉഷാറ് വരും. പിന്നെ ഇതെന്ന് പറയുന്നത് പുളിയൂര് മാവ് എന്നാണ് പറഞ്ഞത്. പുളിയൂര് ഇന്ന് കായൊക്കെ ഉണ്ട് കണ്ട. പിന്നെ കായകൾ പിടിച്ചേക്കുന്നുണ്ട്. ഇത് വലുതാവും, അപ്പോൾ തിന്നാൻ പറ്റും. ഇതിൻ്റെ കായൻ്റെ കൊഴിഞ്ഞു പോകാൻ തിന്ന കാര്യം.
പിന്നെ ഇതെന്ന് പറയുന്നത് അവക്കാടോ എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ കഴിക്കാൻ വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ അതിൻ്റെ വിത്ത് പാവിയതാണ്. അപ്പോൾ നന്നായി മുളച്ച് നല്ല ഉഷാറിൽ വരുന്നുണ്ട്. ഞങ്ങൾ കഴിക്കാൻ വാങ്ങിച്ച വിത്താണ് ഇത് പാവിയത്. ഇത്ര ഉഷാർ വരുമെന്ന് വിചാരിച്ചില്ല. ഉണ്ടാവുമായിരിക്കും, രസമുണ്ട് വിത്ത്. പിന്നെ ഇത് നെല്ലിപ്പുളി വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വലുതാവണം, മരമാവണം എന്നാണ് തോന്നണേ. ചെറുതാ വലുതാവണം. പിന്നെ ഇത് ഞാൻ പടവലങ്ങ തിരിച്ച് കേടൊക്കെ വന്നു. പക്ഷെ എന്നാലും ഞാൻ കായ അടിച്ചു കൊടുത്തപ്പോൾ ഉഷാറായി വരുന്നുണ്ട്. എന്താ 2-3 പടവലങ്ങ ഉണ്ടായിട്ടുണ്ട്, പിടിക്കുന്നുണ്ട്, ഉഷാറായിട്ടുണ്ട്. പിന്നെ അതെന്ന് പറഞ്ഞാൽ കോഴിഫ്ലവർ. അതിന് വലുതായിട്ട് വേണം ഒരു കോഴിഫ്ലവറൊക്കെ ഉണ്ടാവാൻ, ഉണ്ടായി തുടങ്ങുന്നുള്ളൂ. എന്താ അത് ഉഷാറുണ്ട്, കോഴിഫ്ലവർ ആവുന്നുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ നഴ്സറിയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് അമരപ്പയർ കുറച്ച് കൂട്ടാൻ വെച്ചു. എന്നാലും ഇത് പൂത്ത് ഇത് കുറച്ച് പൂക്കുലി ഉണ്ടായിക്കാ. എന്താ ഇതൊന്നും എങ്ങനെയാവും പൂക്കുല് കൊഴിഞ്ഞ് പോയി ഇതേപോലെ രീതിയിൽ കുഞ്ഞുങ്ങളുണ്ടാവും. കുറേ കൂട്ടാൻ വെച്ചു. അത് ഉഷാറുണ്ട്. ഇത് എന്താ കുറച്ചൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വേണ്ട ഇത് ഒരു തരം പേര തന്നെയാണ്. ഏത് പേരയാണെന്ന് മറന്നുപോയി. നീളനാണെന്ന് തോന്നണേ, നീളം പേരയ്ക്കാന്ന് തോന്നണേ. ഇത് നീളം പേരയ്ക്ക് ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അതിന് നീളനാവും, നീളം ടൈപ്പ് ഇങ്ങനെ ഉണ്ടാകും. അമരപ്പയർ ഉണ്ടായിരുന്നു, കുറച്ചുണ്ടാവും. നിങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചത് നമുക്ക് തോന്നുന്നു ഉണ്ടാവില്ല, പക്ഷേ നന്നായി ഉണ്ടാവുന്നു. കണ്ടത് ഇവിടെ കൊല കുത്തിയിട്ടുണ്ടായിരിക്കണം അമരപ്പയർ. പിന്നെ ഇത് വേണ്ട നമ്മൾ വാങ്ങിക്കുന്ന മുളക് നന്നായി ഉണ്ടാവും കേട്ടോ. വേണ്ട നന്നായി പിടിക്കും വാങ്ങിക്കുന്ന മുളക്, പൊടിക്കാൻ വാങ്ങിക്കുന്നത്. പിന്നെ ഇത് മറ്റേ ടൈപ്പ് ചെറിയ ടൈപ്പ് മുളക് എന്താ, എന്നാലും അത് നന്നായി പിടിക്കും. ഞാൻ കുറേ കൂട്ടാത്തിലിടാൻ പൊട്ടിച്ചതാ. എന്താ നിറച്ച് ഇത് വേറൊരു തരം ഉണ്ടമുളക്. അങ്ങനത്തെ കഴിഞ്ഞു പൊട്ടിച്ചിട്ട്. ഈ മുളകുണ്ടായിരുന്നു, ഈ പഴുത്ത് കിട്ടണ മുളകാണ് ഈ കാണുന്നത്. ഇതൊക്കെ എനിക്ക് പഴുത്ത് കിട്ടിയതാണ്, കുറേ കിട്ടി പഴുത്ത മുളക്. അപ്പോൾ ഞാൻ ഇതുമ്പോൾ ഇങ്ങനെ ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയപ്പോൾ നന്നായി ഉണങ്ങി. എല്ലാത്തിനും മുളക് കിട്ടിയിട്ടുണ്ട്. ഇതുമെന്ന് അവിടുത്തെ മുളക് ചെറുമുളക് കിടക്കുന്നുണ്ട്. കണ്ട ചെറിയ തരം മുളക്. ഇതൊക്കെ ഞാനിങ്ങനെ ഉണക്കിയിട്ട് നമ്മൾ ഈ മുളക് പൊടിപ്പിക്കില്ലേ, ഇങ്ങനത്തെ മുളക് പൊടിപ്പിക്കുമ്പോൾ അതിൽ പൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളകിന് നല്ല എരിവ് കിട്ടും. അപ്പോൾ നല്ല എരിവുള്ള കാരണം നമുക്ക് കൂട്ടാനൊക്കെ ഇങ്ങനെ കാച്ചുമ്പോൾ കുറച്ച് മുളകിട്ട് നല്ല എരിവുണ്ടാവും. പിന്നെ ഇത് വാങ്ങിക്കാത്ത മുളകായി കാരണം ഇതിൽ കെമിക്കലൊന്നുമില്ല, നമ്മൾ തന്നെ വളർത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൽ കെമിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കൂട്ടാത്തിൽ ഇങ്ങനെയൊക്കെ ചേർക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന മുളക് പൊട്ടയാണ്. അപ്പോൾ ഇത് പൊടിപ്പിച്ചതിൽ ചേർക്കാം, നല്ല എരിവുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.